എവിടെ നോക്കിയാലും വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കുക. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഈ മലപ്പുറം എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ അട്ടിമുട്ടി ഇങ്ങോട്ട് ഇളകിയിട്ട് വരും. എൻ്റെ ഇഷ്ടന്മാരെ, ഒരു രക്ഷയില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം തന്നെയാണ്. കാരണം മലപ്പുറത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. അതെല്ലാ ആൾക്കാരും പറയും മലപ്പുറത്തുള്ളവർക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. പ്രത്യേകിച്ച് മലപ്പുറത്തേർ പറയുമ്പോൾ നമുക്ക് തോന്നും സ്വന്തം സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതാണ്, അതുകൊണ്ട് അതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്ന്. പക്ഷെ അതല്ല. മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ്. അവിടെയുള്ള ആളുകൾക്കും ഒരു പ്രത്യേക സ്നേഹം തന്നെയാണെന്നുള്ളത് മലപ്പുറത്തുകാരെ സ്നേഹിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആളുകൾ മലപ്പുറത്തിനെ കുറിച്ചിട്ട് വളരെയധികം നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങോട്ട് പിടിക്കില്ല. അവർക്ക് അങ്ങോട്ട് അടിമുടി ഇളകി വരും. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ മലപ്പുറം എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഒരു കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു ഭാഗങ്ങളാണല്ലോ, അപ്പോൾ തീരെ അങ്ങോട്ട് പിടിക്കില്ല അവർക്ക്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാറി വന്നിട്ട് മലപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നത് കേൾക്കാം. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് മലപ്പുറത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. ഇന്ത്യൻ്റെ രാജ്യമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ മലപ്പുറം ഒരു രാജ്യമായിട്ട് പറയുന്ന ഏറ്റവും വലിയ വിവരമില്ലായ്ക കേട്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ്. അപ്പോൾ അത് ഒരു രാജ്യമാണ്, ഒരു പ്രത്യേക സംവിധാനമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മലപ്പുറത്തിനെ വിമർശിച്ചിട്ട് വരികയുണ്ടായി. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഉള്ളിയും കൂടി വന്നിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇത്തരം തലയിൽ ചാണകം മാത്രമുള്ള ആൾക്കാർക്ക് മാത്രമാണ് മലപ്പുറത്തിനെ കാണുമ്പോൾ ഇത്തിരി ചൊറിച്ചിൽ വരുന്നത്. മനസ്സിലായോ? അല്ലാതെ മനുഷ്യന്മാരായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന മലപ്പുറത്തിൻ്റെ ശരിക്കുള്ള സത്ത് ഇവർ കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് വർഗീയ അല്ലെങ്കിൽ ചിന്താഗതി കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതവിടെ നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ചാനൽ ചർച്ചയിൽ ഒരു നേതാവ് വന്നിരുന്നിട്ട് പറയാണ് മലപ്പുറത്തിന് പ്രത്യേക സ്കോളർഷിപ്പ്, മലപ്പുറത്തിന് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. തലയ്ക്കകത്ത് ഒരു തലച്ചോറില്ലാത്ത ഒരുപാട് വർത്തമാനങ്ങളാണ് ഇപ്പോൾ അവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ബോധം ഉണ്ടാവും നമ്മൾ കരുതും. പക്ഷെ അതിന് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് അപ്പോൾ വന്ന് വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുന്നത്. പിന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം സ്കൂളിന് വേണ്ടി നിവേദനം കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് തെറ്റായ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു സംഭവം കേട്ടിട്ടില്ല നമ്മളൊന്നും ആരും. അതിനിടയ്ക്ക് മലപ്പുറത്തിനെ കുറിച്ച് നമ്മുടെ സുരേന്ദ്രൻ എല്ലാം അറിയുന്ന സുരേന്ദ്രൻ പറഞ്ഞത് എന്താണെന്നുള്ളതൊന്ന് കേട്ടു നോക്കട്ടു. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്ക്, അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തരങ്ങൾക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്നൊന്നര മറുപടിയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം അത് കേൾക്കേണ്ട ഒരു സംഭവമാണ്. എല്ലാത്തിനും ചോദ്യവും ഉത്തരവുമായിട്ട് അടിപൊളി മറുപടി ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാണേണ്ട കാഴ്ചയുണ്ട്. നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. എല്ലാവരും അല്പം വഴിമാറി കൊടുക്കണം. നമ്മുടെ പഴയ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് പാണക്കാട് ഞങ്ങളെ കൊണ്ട് എന്തോ പറയിപ്പിക്കാനുണ്ട്. ആ പറഞ്ഞിട്ട് കേൾക്കട്ടെ എന്താ സംഭവം. വാക്സിനേഷനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു. വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള നിർബന്ധം ഫത്വകൾ പുറപ്പെടുവിക്കുന്നു. ഒരര ഫത്വ നിങ്ങൾ വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും പ്രസവിക്കണമെന്ന് പറഞ്ഞ ഒരര ഫത്വ ആരെങ്കിലും കൂടെ കാണിക്കാവും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാര്യമാർ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അങ്ങനെ പല കുടുംബങ്ങളും അങ്ങനെ പ്രസവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ തന്നെ പ്രസവിക്കണമെന്ന് പറഞ്ഞൊരു ഫത്വയും ഭൂമി മലയാളത്തിലില്ല. അതുകൊണ്ട് ആ സൈസ് തള്ളൊക്കെ വിട്ടിട്ട് സുരേന്ദ്രൻ അടുത്തത് പറ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ്. മതേതര പാർട്ടിയാണ് ഞങ്ങളെന്നാണ് ലീഗുകാർ പറയുന്നത്. താങ്കളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ആളെന്ന്. എന്നാൽ താങ്കൾ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടാകും. ഈ നാട്ടിൽ നടക്കുന്ന പ്രസവത്തിനൊക്കെ അഭിപ്രായം പറയാനാണോ ഈ പാണക്കാട് തങ്ങന്മാരുടെ പരിപാടി? വാക്സിനേഷൻ തടയണം, കുട്ടികൾ വാക്സിൻ എടുക്കരുത്. കോവിഡ് കാലത്ത് പോലും പറഞ്ഞു. ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ പ്രതിരോധ വാക്സിൻ തടയണമെന്നുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു. ലീഗ് എന്ത് പറഞ്ഞു അതിനെ പറ്റി? അല്ല, ഈ വാക്സിനേഷൻ എടുക്കരുത് എന്ന ഫത്വ വരുമ്പോഴും വീട്ടിൽ തന്നെ പ്രസവം നടക്കണമെന്നുള്ള ഫത്വ വരുമ്പോഴും ആരാണ് ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടത്? പാണക്കാട് തങ്ങന്മാരാ? അപ്പോൾ നിങ്ങളും അംഗീകരിക്കുന്നുള്ളൂ. പാണക്കാട് തങ്ങന്മാർ പറയുമ്പോഴാണ് സമൂഹം അംഗീകരിക്കുന്നത്. ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇതിനു വേണ്ടിയാണ്. ഈ കോടതിയും നിയമവ്യവഹാരങ്ങളും എന്തിനു വേണ്ടിയാണ്? അവരല്ലേ നടപടി എടുക്കേണ്ടത്. അവരെന്തുകൊണ്ട് നടപടി എടുത്തില്ല? അത്തരമൊരു വിഷയമില്ല, അങ്ങനെ ഒരു കർശന ഫത്വ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. മറ്റുള്ളവരുടെ പേരിൽ കുതിര കയറുന്ന ആളുകൾ ആരെങ്കിലും ലീഗിൻ്റെ ഒരു നേതാവിനോട് ചോദിച്ചിട്ടുണ്ടോ വാക്സിൻ തടയണം
എന്നുള്ള കർശനമായിട്ടുള്ള ഫത്വ ശക്തമായിട്ട് നടക്കുമ്പോൾ പാണക്കാട് തങ്ങൾ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വാക്സിനെ കുറിച്ച് ആത്മാർത്ഥമായി പറയുന്നു, വാദോരാതെ പറയുന്നു, ആത്മാർത്ഥത എന്ന് തോന്നിപ്പിക്കുമാറാ പറയുന്നു. ഓക്കെ, ശരി. എങ്കിൽ എന്തുകൊണ്ട് ആദ്യകാലത്ത് വാക്സിന്റെ പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രി ചിത്രം ഉണ്ടായിരുന്നല്ലോ? എന്താ ഇപ്പൊ ചിത്രം മാറി? എന്താ ഇപ്പൊ ചിത്രം മാറ്റിയത്? ഈ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈവർ ഇറങ്ങി ഓടുക എന്ന് പറയുന്ന സംഭവം ഈ അങ്ങനെ വല്ല ആണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ വാക്സിൻ കുട്ടികളെല്ലാം എടുക്കണം. ഈ പരിഷ്കൃത കാലത്ത് പരിഷ്കൃത സമൂഹം എന്നോ? ആരാണ്? ഒന്നുകൂടെ പറഞ്ഞു. ഈ പരിഷ്കൃത കാലത്ത് പരിഷ്കൃത സമൂഹമോ? ചിരിപ്പിക്കല്ലേ എണ്ണ? 4 വാർത്ത ഞാൻ കാണിച്ചു തരാം. 1, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തീക്ക് മുകളിൽ തലകീഴായി കെട്ടിത്തൂക്കി പൂജ, കണ്ണിന് ഗുരുതര പരിക്ക്. കൊച്ചുങ്ങളുടെ വിഷയമാണേ. അടുത്തത്, നരബലി. 4 വയസ്സുകാരി അയൽവാസി തട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ നരബലി നൽകി. ക്രൂരത ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂരിൽ. കുട്ടിയെ കഴുത്തറുത്തു കൊന്ന ശേഷം രക്തം കുടുംബക്ഷേത്രത്തിന്റെ പടിയിൽ തളിച്ചു. പരിഷ്കൃത സമൂഹമാണേ. അടുത്തത്, ഇതര ജാതിക്കാരനെ പ്രണയിച്ചു. ആന്ധ്രയിൽ 20കാരിയെ മരത്തിൽ കെട്ടിത്തൂക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പിതാവ്. 2025 പരിഷ്കൃത സമൂഹത്തിന്റെ വാർത്തയാണ്. അടുത്തത്, UP 4 വയസ്സുകാരിയെ കൊന്ന് ചാക്കിൽ കെട്ടി. കൊലപാതകം ഐശ്വര്യത്തിന്. ആൾദീപവും ബന്ധുവും പിടിയിൽ. എങ്ങനെയുണ്ട് ചേട്ടാ പരിഷ്കൃത സമൂഹത്തിന്റെ ഓരോരോ രസങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട്? നാട്ടിലൊക്കെ പലരും പെറും പെറാതിരിക്കും, അതെല്ലാം സംഭവിക്കും. അതിനൊക്കെ അഭിപ്രായം പറയാനുള്ള ആളാണ് പാണക്കാട്ടത്തങ്ങന്മാർ. പാണക്കാട്ടത്തങ്ങന്മാർ കഴിഞ്ഞ ദിവസം ചെയ്ത് കണ്ടില്ലേ? 700 കുടുംബങ്ങളാണ് വയനാട്ടിൽ ചൂരൽമലയിലെ ദുരന്തത്തിൽ പെട്ടുപോയത്. ആ 700 കുടുംബങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വീട് നിർമ്മിക്കാനുള്ള എല്ലാ പദ്ധതികളുമായി പാണക്കാട്ടത്തങ്ങന്മാർ പണി തുടങ്ങി കഴിഞ്ഞു. അതിൽ 350 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ, ബാക്കിയെല്ലാം മുസ്ലിമേതര സമൂഹങ്ങളാണ്. എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയൊക്കെ എന്ത് ചെയ്തു? പാണക്കാട്ടത്തങ്ങനെ അഭിപ്രായം പറയണമെന്ന് എഴുന്നേറ്റ് പോലെ പണിക്കുമ്പോൾ വീട്ടിൽ തന്നെ പ്രസവിക്കണം. വീണ ജോർജ് തന്നെ പറഞ്ഞു 700 പേർ പ്രസവം നടന്നു. 1638 ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒരു കൊല്ലം. പാണക്കാട് തങ്ങൾ ഒരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ? ഇത് പാണക്കാട്ട തങ്ങളല്ല ഇതിനെ പ്രതിരോധിക്കേണ്ടത്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും പ്രസവിക്കണമെന്ന് പറയുന്ന ഒരു ഫത്വ ഉണ്ടോ? ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കൂ. പോട്ടെ, വാക്സിൻ എടുക്കാൻ പാടില്ല എന്ന കർശനമായ ഫത്വ ഉണ്ടോ? കോടതിയിലേക്ക് പോകൂ. അപ്പൊ നിങ്ങൾക്ക് കോടതിയിലും ഇവിടുത്തെ നിയമവ്യവഹാരങ്ങളിൽ വിശ്വാസമില്ല? പാണക്കാട്ട തങ്ങൾ പറയണം. അപ്പൊ നിങ്ങളുടെ മനസ്സിനും അംഗീകാരമുണ്ട്. ഇപ്പോഴും ഒരു രസം പറയട്ടെ, സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ സ്വന്തം അണികളോട് പറഞ്ഞാൽ ഹൈന്ദവ സമുദായം എന്നല്ല, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല എന്നുള്ള ആ ഒരു വേദനയും ഈ കൂട്ടത്തിൽ നിങ്ങളുടെ വാക്കിൽ വരുന്നു. പാണക്കാട്ടത്തങ്ങന്മാർ പറഞ്ഞാൽ മുഖ്യധാര മുസ്ലിമീങ്ങൾ അംഗീകരിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഹൈന്ദവരെന്നല്ല, സ്വന്തം സംഘടനയിൽപ്പെട്ട മനുഷ്യർ പോലും അംഗീകരിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പൊളി, സൂപ്പർ മറുപടി ആയിട്ടുണ്ട്. എന്തായാലും പൊളി. ഉള്ളത് പോലെ തന്നെ പറയണം. പിന്നെ ഉസ്താദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരിയാണ്. കാരണം ഈ വാക്സിന് എടുത്തതിന് ശേഷം പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് വാക്സിൻ എടുത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് കൂടുതലും ഹൃദയാഘാതം വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു. അപ്പം അത് പിന്നെ മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം ആദ്യം വാക്സിനിൻ്റെ അതിലുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കാലമായിട്ട് കാണുന്നില്ല, മെല്ലെ നീക്കപ്പെട്ടു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുമാത്രമല്ല, നമുക്ക് വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കാരണം വാക്സിൻ എടുത്താലാണ് നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള നിയമങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വാക്സിൻ എടുക്കാൻ തന്നെ നിർബന്ധിതമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ പാണക്കാട് ശിഹാബ് തങ്ങളുടെ കുടുംബങ്ങൾ പറഞ്ഞാലാണ് കുറേ കാര്യങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് തൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിലയും നിലയില്ലാതെ തന്നെ പുറത്തായതുപോലെ നിൽക്കുന്ന ഇദ്ദേഹത്തിന് എന്തെങ്കിലും സുരേന്ദ്രന് വന്നിട്ട് പറഞ്ഞ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വായി തോന്നിയത് എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റ് മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ കുറേ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉസ്താദ് കൊടുത്ത മറുപടി കിടിലൻ മറുപടി ആയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല സംസാരങ്ങളും നല്ല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടാവട്ടെ, നല്ല ഭരണം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ടോപ്പിക്കിൽ വരാം. ഓക്കെ, താങ്ക് യു.